ഇത് 2 ബലൂണുകളാണ്. ഒന്നാമത്തെ ബലൂൺ ഇതാണ്. ഈ ബലൂൺ ഇങ്ങനെ 2 ബലൂണുകൾ ഒരു നൂലുമ്പിൽ കെട്ടി 2 അറ്റവും കൂട്ടി കെട്ടിയതാണ്. അത് ഏതാണ്ട് 2 ബലൂണുകൾ ഒരേ വലിപ്പമാണ്. ഈ ഒരേ വലിപ്പമുള്ള 2 ബലൂണുകൾ ഇങ്ങനെ ഒരേ ഹൈറ്റിൽ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു കൃത്യമായൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ഊതുമ്പോൾ ബലൂണുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് കാറ്റൊന്നും ഇല്ലാത്ത ഒരു റൂമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബലൂണുകൾക്ക് ഇടയിലൂടെ നമ്മൾ ഒന്ന് ഊതി നോക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. എല്ലാവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതായത് ബലൂണുകൾ പുറത്തേക്ക് പോവുകയാണോ ചെയ്യുക, അകത്തേക്ക് വരികയാണോ ചെയ്യുക, മുന്നിലേക്കോ പിന്നിലേക്കോ നീങ്ങുകയാണോ ചെയ്യുക. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇങ്ങനെയാണ് 2 ബലൂണുകൾ ഉള്ളത്. ഒന്ന് ബലൂൺ 1, മറ്റത് ബലൂൺ 2. ഈ ബലൂണുകളുടെ ഇടയിൽ, ഇത് മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണുള്ളത് അതുപോലെയാണ്. ഈ ബലൂണുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഊതണത്. അപ്പോൾ ഈ ഊതുന്ന ഭാഗം തുടങ്ങുന്ന സ്ഥലത്തെ നമ്മൾ കൺവേർജന്റ് കോൺ എന്ന് പറയും, പുറത്തേക്ക് പോകുന്ന സ്ഥലത്തെ ഡൈവേർജന്റ് കോൺ എന്ന് പറയും. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. തുടക്കത്തിൽ ഒരു പൈപ്പിന്റെ ഡയമീറ്റർ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഏറ്റവും മിനിമം ആവും. പിന്നെ അത് കൂടി വന്നിട്ട് ഏറ്റവും മാക്സിമം ആവും. മാക്സിമം ഡയമീറ്ററിന് ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് കൺവേർജന്റ് കോൺ. അത് ചുരുങ്ങി ഏറ്റവും കുറഞ്ഞ ഡയമീറ്റർ ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് ത്രോട്ട്. പിന്നീട് അത് കൂടി മാക്സിമം ഡയമീറ്റർ ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് ഡൈവേർജന്റ് കോൺ. അപ്പൊ നമ്മൾ ഈ കൺവേർജന്റ് കോൺ എന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഊതുന്നത്, ഒരു വായുവിന്റെ മർദ്ദം കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ വായുവിന്റെ മർദ്ദം ഏറ്റവും മിനിമത്തിലേക്ക് പോകുന്നു. ആ മിനിമത്തിലേക്ക് പോയി ആ ത്രോട്ട് എന്ന് പറഞ്ഞതിലൂടെ കടന്നുപോയി പുറത്തേക്ക് പോകുമ്പോൾ ആ ത്രോട്ടിൽ ഒരു വാക്വമാണ് ക്രിയേറ്റ് ചെയ്യുക. അതായത് അവിടെ ശക്തിയായി ഊതുമ്പോൾ ഏരിയ കുറവായതുകൊണ്ട് വായുവിന്റെ വെലോസിറ്റി, സ്പീഡ് കൂടും. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് പ്രഷർ, അതാണ് വാക്വം. ആ വാക്വം ഉള്ളത് കൊണ്ട് ആ ബലൂണുകൾ പരസ്പരം കൂട്ടിമുട്ടുകയാണ് ചെയ്യുക, അകന്നു പോവല്ല ചെയ്യുക. ഇത് ബെർണോളിസ് തിയറാണ് ഇതിന്റെ അടിസ്ഥാന തത്വം.